ശരി മുബഷിർ, ഇനിയിപ്പോൾ നമ്മൾ കൊല്ലത്തേക്കാണ് പോകുന്നത്. യുവതിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ അശ്ലീല വെബ്സൈറ്റിൽ പ്രചരിപ്പിച്ച കേസിൽ ദൃശ്യങ്ങൾ നീക്കം ചെയ്യാനുള്ള ഇടപെടലുമായി കേരള പോലീസ്. അശ്ലീല വെബ്സൈറ്റുകളിലെ ദൃശ്യങ്ങൾ നീക്കണമെന്ന് കാണിച്ച് ഗൂഗിളിന് ലീഗൽ നോട്ടീസ് നൽകുന്നു. പ്രതിക്കായി ഉടൻ തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷയും നൽകും. എ വി ജയശങ്കറിനോട് വിവരങ്ങൾ ചോദിക്കാം. ജയശങ്കർ, അപ്പോൾ ഇത് ഏറെ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ്. ഈ യുവതിയുടെ ദൃശ്യങ്ങൾ മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച 4 വയസ്സുള്ള കുഞ്ഞിനോട് പോലും പോക്സോ കേസ് ഇയാൾക്കെതിരെ എടുത്തിട്ടുണ്ട്. കുഞ്ഞിനോട് പോലും ഇയാൾ മോശമായി പെരുമാറിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ ലോകമാകെ കാണുന്നുണ്ട്. അത് നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് യുവതി ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ അതിനുള്ള ഇടപെടലാണ് ഉണ്ടാകുന്നത്. ഒപ്പം ഇത്ര ഗൗരവമുള്ളൊരു കേസിൽ ഇനി പോലീസിന്റെ തുടർ നീക്കങ്ങൾ അതെങ്ങനെയായിരിക്കും ജയശങ്കർ? പ്രതി പങ്കുവെച്ച അശ്ലീല ദൃശ്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് കാണിച്ചുകൊണ്ടാണ് ഗൂഗിളിന് കേരള പോലീസ് ലീഗൽ നോട്ടീസ് നൽകുക. വിഷയം അടിയന്തര പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്യണമെന്നും പോലീസ് ആവശ്യപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പരാതിക്കാരിയായ യുവതി തന്നെ നൽകിയ വെബ്സൈറ്റുകളുടെ ഉൾപ്പെടെ ലിങ്കുകളും ഗൂഗിളിന് കൈമാറുമെന്നാണ് പോലീസ് നിലവിൽ പറയുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി അധികം വൈകാതെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ ഒരു നീക്കം. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിന് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് വരും മണിക്കൂറുകളിൽ തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന് കാണിച്ചുകൊണ്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകുക. ഈ പ്രതിയുടെ മൊബൈൽ ഫോണിന് വേണ്ടി വലിയ തോതിലുള്ള പരിശോധന പോലീസ് നടത്തിയെങ്കിലും ഇതുവരെ മൊബൈൽ ഫോൺ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പ്രതി ഇത് നശിപ്പിച്ചു എന്ന സംശയത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമാണ് ഈ പ്രതി ഏതൊക്കെ അശ്ലീല വെബ്സൈറ്റുകളിൽ ഈ ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിന് ഏതൊക്കെ മെയിൽ ഐ ഡികൾ ഉപയോഗിച്ചു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിയിൽ നിന്ന് തന്നെ അറിയേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ ചോദ്യം ചെയ്യുക എന്ന് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമുള്ള കാര്യമെന്നാണ് പോലീസ് നിലവിൽ പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പരാതിക്കാരി ഹൈക്കോടതി ഉൾപ്പെടെ ദൃശ്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് കാണിച്ച് ഹൈക്കോടതി ഉൾപ്പെടെ സമീപിച്ചൊരു ഘട്ടത്തിൽ കൂടിയാണ് പോലീസ് നടപടികൾ വേഗത്തിലാക്കി ഇത്തരത്തിൽ ലീഗൽ നോട്ടീസ് നൽകിക്കൊണ്ട് ഈ പരാതിക്കാരി നൽകിയ വെബ്സൈറ്റുകളിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ നിലവിൽ ആരംഭിച്ചിരിക്കുന്നത്. അധികം വൈകാതെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്ത് കേസ് അന്വേഷണം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്.